ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജെയ്സൺ കിം ഡയറക്റ്റ് ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ത്രില്ലർ, അതായത് കോമഡി ത്രില്ലർ ഫിലിമാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. ഇത് സംവിധാനം ചെയ്തത് ജെയ്സൺ കിം ആണ്. ഇത് എന്തായാലും എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു കഥയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊറിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15-20 വർഷം കഴിഞ്ഞ കുറ്റവാളികൾ പുറത്തിറങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി അവരുടെ കാലിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് സെറ്റ് ചെയ്യും. എന്നിട്ട് കമ്പ്യൂട്ടറിൽ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. അപ്പം അത് 30% ബാറ്ററി ആകുമ്പോൾ അത് വീണ്ടും ചാർജ് ചെയ്യാൻ അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ കുറ്റവാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ പുറത്തിറങ്ങി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ ആ ഒരു കുറ്റത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം മാർഷൽ ആർട്സിലൊക്കെ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാലിന് ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരാളെയും കൂടെ റിക്രൂട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ നായകൻ ആയിട്ടുള്ള ഒരാൾ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള കുറ്റവാളികളെ മോണിറ്റർ ചെയ്ത് അവരെ അവിടെ അടുത്ത് പോയി ചിലപ്പോൾ അവരുമായിട്ടുള്ള ചില ഫൈറ്റ് സീനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ആ ഒരു രീതിയിലേക്കാണ് പടം പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു കുട്ടികളെ സീരിയലായിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു കുറ്റവാളിയെ 15 വർഷം 20 വർഷത്തിന് ശേഷം പുറത്തിറക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു കുറ്റവാളിയെ മോണിറ്റർ ചെയ്യാൻ പോകുന്ന നമ്മുടെ നായകനും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള 2 പേരും. ഇപ്പോൾ ഒരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം നല്ല മാർഷൽ ആർട്സിൽ ഭയങ്കര വിദഗ്ധനാണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ്. നമ്മുടെ നായകൻ അതിൻ്റെ കൂടെ ഓഫീസറുണ്ട്. അപ്പോൾ നായകന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഒരു 3-4 പേരുണ്ട്. അവരൊക്കെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് നടക്കുന്നവരാണ്. പക്ഷെ അവരുമായിട്ടുള്ള കുറച്ച് രംഗങ്ങൾ, അതായത് കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു അമാനുഷികനൊന്നും അല്ല. അപ്പൊ ചില കൊറിയൻ സിനിമയിലൊക്കെ കാണാം, നായകൻ എത്ര അടി കിട്ടിയാലും നായകന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, അല്ലെ? കൊറിയനിലല്ല, പൊതുവേ നമ്മുടെ മലയാളത്തിലും തമിഴിലൊക്കെ പ്രത്യേകിച്ച്, തെലുങ്കിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കാണാം. പക്ഷെ ഇവിടെ വളരെ നാച്ചുറൽ ഫൈറ്റിങ്, നല്ല ഫൈറ്റിംഗ് കാണാം. അതുപോലെ ഈ നായകന്റെ ഫാദറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്. 1 മണിക്കൂർ 49 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഫിലിമിന്റെ ദൈർഘ്യം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇതിൽ തമിഴ് ഡബിങ് ഉണ്ട്, ഹിന്ദി ഡബിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഡബിങ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ച് കാണാവുന്നതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിലിം. നിങ്ങൾ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ കാണണം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലെങ്കിലും ഈ ഒരു ഫിലിം കാണണം. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. കുറച്ച് കോമഡി എലിമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ ഈ ഒരു ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുൾ എന്റർടൈൻമെന്റ് തരുന്ന ഒരു ഫിലിമാണിത്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു കൊറിയൻ ത്രില്ലർ ഫിലിം തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുടെ റിവ്യൂ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.